നമസ്കാരം, ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇനി ജ്വലിക്കുന്ന ഓർമ്മ. ഓണം സ്പെഷ്യൽ ഡ്രൈവ്. ജില്ലയിൽ പിടികൂടിയത് 1512 ലിറ്റർ സ്പിരിറ്റും 41.119 കിലോ കഞ്ചാവും. ആടിയും പാടിയും നൃത്തച്ചുവടുകൾ വെച്ചും ഓണാഘോഷം കെങ്കേമമാക്കി മോയൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികൾ. ധോണി ചൂലിപ്പാടം ജനവാസ മേഖലയിൽ പുലിയിറങ്ങി. ഞാൻ റീത്ത. വാർത്തകൾ വിശദമായി. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിട പറഞ്ഞു. മൺമറഞ്ഞത് CPIMന്റെ ശക്തനായ ജനകീയ മുഖം. ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ വ്യാഴം പകൽ 3:05 അന്ത്യം. ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് ഓഗസ്റ്റ് 19 മുതൽ എയിംസിൽ ചികിത്സയിലായിരുന്നു. മാർക്സിസ്റ്റ് സൈദ്ധാന്തികനും ഇടതുപക്ഷ പുരോഗമന മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ നായകനുമായ സീതാറാം യെച്ചൂരി CPIMന്റെ 5ാമത്തെ ജനറൽ സെക്രട്ടറിയാണ്. വിശാഖപട്ടണത്ത് 2015 നടന്ന 21ാം പാർട്ടി കോൺഗ്രസിലാണ് യെച്ചൂരി ജനറൽ സെക്രട്ടറിയായത്. ഹൈദരാബാദ്, കണ്ണൂർ പാർട്ടി കോൺഗ്രസുകളിൽ വീണ്ടും ആ പദവിയിൽ. ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ നേതാവാണ്. 1992 ചെന്നൈയിൽ 14ാം പാർട്ടി കോൺഗ്രസിൽ PB അംഗമായി. 2005 മുതൽ 2017 വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗം. രാജ്യസഭയിൽ CPIM കക്ഷി നേതാവായി ജനകീയ വിഷയങ്ങൾ ഉന്നയിച്ചും വർഗീയതയ്ക്കും നവ ഉദാരവൽക്കരണ നയങ്ങൾക്കും എതിരായും പാർലമെന്റിൽ മികച്ച രീതിയിൽ ഇടപെട്ടു. ഗതാഗതം, വിനോദസഞ്ചാരം, സാംസ്കാരികം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ സുപ്രധാന റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകി. 1996 ഐക്യമുന്നണി സർക്കാരിന്റെയും 2004 ഒന്നാം UPA സർക്കാരിന്റെയും രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ചു. UPA ഇടതുപക്ഷ ഏകോപന സമിതി അംഗമായി. 2014 മുതൽ BJP സർക്കാരിനെതിരായ ആശയ പ്രചാരണത്തിനും പ്രക്ഷോഭത്തിനും നേതൃത്വം നൽകി. മോദി സർക്കാരിന്റെ അമിതാധികാര വാഴ്ചയ്ക്കെതിരെ പ്രതിപക്ഷ ഐക്യനിര രൂപപ്പെടുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ഇതാണ് ഇന്ത്യ കൂട്ടായ്മയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത്. കോവിഡ് കാലത്ത് ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉയർത്തി പ്രചാരണം നയിച്ചു. ജമ്മു കാശ്മീരിലും മണിപ്പൂരിലും അടക്കം സംഘർഷബാധിത മേഖലകൾ സന്ദർശിച്ച് ജനങ്ങൾക്ക് ആശ്വാസമേകി. വിദേശ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി CPIMന്റെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് നേതൃത്വം നൽകി. JNUവിൽ വിദ്യാർത്ഥിയായിരിക്കെ SFI വഴിയാണ് പൊതുരംഗത്ത് വന്നത്. അഖിലേന്ത്യാ പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. പഠിക്കുക, പോരാടുക എന്ന മുദ്രാവാക്യം SFI ഉയർത്തിയത് അക്കാലത്താണ്. 1984 കേന്ദ്ര കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണിതാവായി. 1985 12ാം പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായി. 1988 കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായി. P. സുന്ദരയ്യ, EMS, BTR, ഹർകിഷൻ സിംഗ് സുർജിത്, ബസവ പുന്നയ്യ, ജ്യോതി ബസു തുടങ്ങിയ മുതിർന്ന നേതാക്കൾക്കൊപ്പം പ്രവർത്തിച്ചു. അച്ഛൻ സർവേശ്വര സോമയാജുലു യെച്ചൂരി ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആയിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്ന അമ്മ കൽപ്പകം യെച്ചൂരി സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു. അവിഭക്ത ആന്ധ്രാപ്രദേശ് സ്വദേശികളായ ഇവർ ചെന്നൈയിൽ താമസിക്കുമ്പോഴാണ് 1982 ഓഗസ്റ്റ് 12 യെച്ചൂരി ജനിച്ചത്. സോമയാജുലു ആന്ധ്രാപ്രദേശ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ജോലിക്ക് ചേർന്നതിനെ തുടർന്ന് കുടുംബം ഹൈദരാബാദിലേക്ക് മാറി. അച്ഛന്റെ അടിക്കടിയുള്ള സ്ഥലമാറ്റം കാരണം മുത്തശ്ശിയാണ് യെച്ചൂരിയെ വളർത്തിയത്. 1967-1968 കുടുംബം ഡൽഹിയിലേക്ക് മാറി. 11ാം ക്ലാസ് പഠനം പ്രസിഡന്റ് എസ്റ്റേറ്റ് സ്കൂളിൽ തുടർന്നു. ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിലാണ് BA ഓണേഴ്സ് ചെയ്തത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 10 മാസത്തിനുള്ളിൽ 3 പ്രാവശ്യം JNU യൂണിയൻ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോഴും ചെയർമാനായി ജയിച്ചത് യെച്ചൂരിയാണ്. തെലുങ്കു, ഹിന്ദി, ഇംഗ്ലീഷ്, ബംഗാളി, ഉറുദു, തമിഴ് ഭാഷകൾ മികവോടെ കൈകാര്യം ചെയ്തിരുന്നു. മലയാളം കേട്ടാൽ മനസ്സിലാകുമായിരുന്നു. ദേശീയ മാധ്യമങ്ങളിൽ പങ്ക്തികൾ കൈകാര്യം ചെയ്തു. CPIM കേന്ദ്ര കമ്മിറ്റിയുടെ വാരിക പീപ്പിൾസ് ഡെമോക്രസിയുടെ എഡിറ്ററായും പ്രവർത്തിച്ചു. രചിച്ച പ്രധാന പുസ്തകങ്ങൾ വാട്ട് ഈസ് ദിസ് ഹിന്ദു രാഷ്ട്ര, സ്യൂഡോ ഹിന്ദുയിസം എക്സ്പോസ്ഡ്, കാസ്റ്റ് ആൻഡ് ക്ലാസ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് ടുഡേ, സോഷ്യലിസം ഇൻ 21st സെഞ്ചുറി, സോഷ്യലിസം ഇൻ എ ചേഞ്ചിങ് വേൾഡ്, സെക്യുലറിസം വേഴ്സസ് കമ്മ്യൂണലിസം, ന്യൂ സർജ് ഓഫ് കമ്മ്യൂണലിസം, കൃണക്കി രാജനീതി. പ്രമുഖ മാധ്യമ പ്രവർത്തകയും എഴുത്തുകാരിയുമായ സീമ ചിഷ്തി ഭാര്യ. BBC ഡൽഹി, ദി ഇന്ത്യൻ എക്സ്പ്രസ് എന്നിവയിൽ പ്രവർത്തിച്ച സീമ ചിഷ്തി നിലവിൽ ദി വയർ എഡിറ്ററാണ്. സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ ഇന്ദ്രാണി മജുംദാർ ആദ്യ ഭാര്യയായിരുന്നു. അഖില യെച്ചൂരി, മാധ്യമ പ്രവർത്തകനായിരുന്ന പരേതനായ ആശിഷ് യെച്ചൂരി, ഡാനിഷ് എന്നിവർ മക്കൾ. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യാഴാഴ്ച എയിംസിലെത്തി യെച്ചൂരിയെ സന്ദർശിച്ചിരുന്നു. സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ശനിയാഴ്ച പകൽ 11 മുതൽ 3 വരെ CPIM ആസ്ഥാനമായ ഡൽഹി ഗോൾ മാർക്കറ്റിലെ
AKG ഭവനിൽ പൊതുദർശനത്തിന് വെക്കും. തുടർന്ന് മൃതദേഹം വൈദ്യശാസ്ത്ര പഠനത്തിനായി ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന് കൈമാറും. ഇത് സംബന്ധിച്ച് യെച്ചൂരി നേരത്തെ തന്നെ ആഗ്രഹം അറിയിച്ചിരുന്നു. ഭാര്യ സീമ ചിഷ്തി, മക്കളായ അഖില, ഡാനിഷ്, CPIM പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട് എന്നിവർ സമീപത്തുണ്ടായിരുന്നു. എംബാം ചെയ്ത് എയിംസിൽ സൂക്ഷിക്കുന്ന മൃതദേഹം വെള്ളിയാഴ്ച വൈകിട്ട് 6-ന് വസന്ത് കുഞ്ചിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. കേരളത്തിലെ പാർട്ടിക്ക് ആശയപരവും സംഘടനാപരവുമായ കരുത്ത് നൽകിയ നേതാവായിരുന്നു ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വിയോഗം CPIM-നും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ജനാധിപത്യ മതേതര വിശ്വാസികൾക്കും രാജ്യത്തിനാകെയും തീരാവേദനയും നഷ്ടവുമാണ്. വേർപാടിനു മുന്നിൽ സംസ്ഥാന കമ്മിറ്റി അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. ആദരസൂചകമായി സംസ്ഥാനത്ത് 3 ദിവസം ദുഃഖമാചരിക്കും. സമ്മേളനങ്ങളടക്കം എല്ലാ പാർട്ടി പരിപാടികളും മാറ്റിവെക്കും. ശനിയാഴ്ച വൈകിട്ട് 4-ന് ശേഷം ലോക്കൽ അടിസ്ഥാനത്തിൽ അനുശോചനം സംഘടിപ്പിക്കും. ദുഃഖസൂചകമായി ഒരാഴ്ച പാർട്ടി പതാക താഴ്ത്തിക്കെട്ടും. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി 1 മാസത്തിനിടെ ജില്ലയിൽ പിടികൂടിയത് 1518 ലിറ്റർ സ്പിരിറ്റും 41.119 കിലോ കഞ്ചാവും. കഞ്ചാവും മെത്താഫിറ്റമിനും പുകയില ഉൽപ്പന്നങ്ങളും അടക്കം വൻതോതിൽ ലഹരി വസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ട്. എക്സൈസ് വകുപ്പ് മാത്രം 1087 പരിശോധനയും മറ്റു വകുപ്പുകളുമായി ചേർന്ന് 34 പരിശോധനയും നടത്തി. 151 അബ്കാരി കേസും 43 മയക്കുമരുന്ന് കേസും രജിസ്റ്റർ ചെയ്തു. 159 പേരെ അറസ്റ്റ് ചെയ്തു. 13 വാഹനം കസ്റ്റഡിയിലെടുത്തു. അബ്കാരി കേസുകളിൽ സ്പിരിറ്റിന് പുറമെ 618.250 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം, 9.1 ലിറ്റർ ബിയർ, 17.5 ലിറ്റർ ചാരായം, 49.730 ലിറ്റർ ഇതര സംസ്ഥാന മദ്യം, 5793 ലിറ്റർ വാഷ്, 1492 ലിറ്റർ കള്ള് എന്നിവയും പിടിച്ചെടുത്തു. മയക്കുമരുന്ന് കേസുകളിൽ കഞ്ചാവിന് പുറമെ 435 കഞ്ചാവ് ചെടിയും 1.76 ഗ്രാം മെത്താഫിറ്റമിനും പിടികൂടി. പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് 757 കേസ് രജിസ്റ്റർ ചെയ്തു. 152.269 കിലോഗ്രാം പുകയില ഉൽപ്പന്നം പിടിച്ചെടുത്തു. 1294 കള്ള് ഷാപ്പിലും 58 ബാറിലും നടത്തിയ പരിശോധനയിൽ 302 കള്ള് സാമ്പിളുകളും 36 ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ സാമ്പിളും ശേഖരിച്ചു. 669 കള്ളുചെത്ത് തോപ്പിലും പരിശോധന നടത്തി. ഓണക്കാലത്ത് സ്പിരിറ്റ് കടത്ത്, അനധികൃത മദ്യമുണ്ടാക്കൽ, മദ്യവിൽപ്പന, വ്യാജവാറ്റ്, മയക്കുമരുന്ന് കടത്ത് എന്നിവ തടയുന്നതിന് ഓഗസ്റ്റ് 14-ന് തുടങ്ങിയ സ്പെഷ്യൽ ഡ്രൈവ് സെപ്റ്റംബർ 20 വരെ തുടരും. ഡ്രൈവിന്റെ ഭാഗമായി ചിറ്റൂരിലെ തമിഴ്നാട് അതിർത്തി റോഡുകളിൽ പ്രത്യേക പട്രോളിംഗിന് എക്സൈസിന്റെ മൊബൈൽ യൂണിറ്റ്, ദേശീയപാതയിലെ വ്യാജക്കടത്ത് തടയാൻ രൂപീകരിച്ച പ്രത്യേക ഹൈവേ പെട്രോളിംഗ് യൂണിറ്റ് എന്നിവയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തി. 3 മേഖലയായി തിരിച്ച സ്ട്രൈക്കിംഗ് ഫോഴ്സ് 1 ഒറ്റപ്പാലം മണ്ണാർക്കാട്, സ്ട്രൈക്കിംഗ് ഫോഴ്സ് 2 പാലക്കാട്, ചിറ്റൂർ, ആലത്തൂർ, സ്ട്രൈക്കിംഗ് ഫോഴ്സ് 3 അട്ടപ്പാടി എന്നിങ്ങനെ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ 3 പ്രത്യേക പട്രോളിംഗ് സംഘവുമുണ്ട്. കൂടാതെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ സ്പെഷ്യൽ ടീമും പ്രവർത്തിക്കുന്നു. ഗവൺമെന്റ് മോയൻ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓണാഘോഷം നടത്തി. അത് സന്തോഷത്തിന്റെയും സമത്വത്തിന്റെയും സഹോദര്യത്തിന്റെയും എല്ലാം ഉത്സവമാണ്. എല്ലാവരും ഓണം ആഘോഷിക്കും. അതുകൊണ്ട് ഓണാഘോഷം, നമുക്കറിയാം ഓരോരോ ദുരന്തങ്ങൾ നമുക്ക് വരുമ്പോഴാണ് അറിയണത് നമ്മൾ ഈ ഒത്തുമാണെന്നല്ലേ. അപ്പൊ അതുകൊണ്ട് ഒത്തുകൂടുന്ന വേളകൾ പൂർവാധികം സന്തോഷപ്രദമാക്കുക. സ്കൂൾ പ്രിൻസിപ്പൽ UK ലത, സ്കൂൾ PTA പ്രസിഡന്റ് അരവിന്ദാക്ഷൻ, SMC അംഗം ഹരിദാസ് മച്ചിങ്ങൽ, ഹെഡ് മിസ്ട്രസ് ഇന്ദു, പ്രീജ, സ്റ്റാഫ് സെക്രട്ടറിമാരായ രമേശ്, പ്രമീള ദേവി, അബ്ദുൾ റസാഖ്, സ്കൂൾ HM എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ശശിധരൻ മാസ്റ്ററെ അനുമോദിച്ചു. തുടർന്ന് വിദ്യാർത്ഥിനികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പൂക്കളം, ഉറിയടി, മ്യൂസിക്കൽ ചെയർ, തീറ്റ മത്സരം എന്നിവയ്ക്ക് ശേഷം ഏവർക്കും ഓണസദ്യയും നൽകി. ധോണിയിൽ ജനവാസ മേഖലയായ ചൂലിപ്പാടത്ത് ബുധനാഴ്ച പുലർച്ചെ പുലിയിറങ്ങി. പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡ് ചൂലിപ്പാടം പുത്തൻ വീട്ടിൽ അശോകകുമാറിന്റെ വീട്ടിലെ ആടിനെ പുലി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. ആട്ടിൻകൂട് പൊളിച്ച് അകത്തുകടന്ന പുലി ആടിനെ വലിച്ച് പുറത്തേക്കിട്ടു. 10 അടിയോളം ഉയരമുള്ള മൺതിട്ടയിലേക്ക് കുതിച്ച് തൊട്ടടുത്ത കുറ്റിച്ചെടികൾക്കിടയിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിനിടെ രക്ഷപ്പെട്ട ആട് കരഞ്ഞു. ശബ്ദം കേട്ട് ഉണർന്ന വീട്ടുകാർ ബഹളമുണ്ടാക്കിയതോടെ ആടിനെ ഉപേക്ഷിച്ച് പുലി ഓടി രക്ഷപ്പെട്ടു. ആടിന്റെ കഴുത്തിന് സാരമായി പരിക്കേറ്റു. പിന്നീട് മൃഗഡോക്ടറെത്തി പ്രതിരോധ കുത്തിവയ്പ് നൽകി. 3 വർഷത്തിനിടയിൽ 15-ലധികം
ആടുകളെ നഷ്ടപ്പെട്ടതായി അശോക് കുമാറിന്റെ അമ്മ ശാന്ത പറഞ്ഞു. രേഖകൾ ഹാജരാക്കിയാലേ വനംവകുപ്പിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിക്കൂ. പുലി കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ചിത്രങ്ങൾ കൊടുക്കാതെ നഷ്ടപരിഹാരം ലഭിക്കില്ല. രേഖകൾ ഹാജരാക്കാൻ കഴിയാതെ കഷ്ടപ്പെടുകയാണ്. നഷ്ടപ്പെട്ട ആടുകളുടെ രേഖകൾ ഹാജരാക്കിയിട്ട് പോലും യാതൊരു നഷ്ടപരിഹാരവും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ മാസവും ഒരാടിനെ പുലി കൊണ്ടുപോയി. പരിഹാരം ഉണ്ടാകണമെന്നും ശാന്ത പറയുന്നു. ഒരു വർഷം മുമ്പാണ് തദ്ദേശവാസികൾക്ക് ശല്യമായ പുലിയെ 2-ാം വാർഡിലെ ധോണിയിൽ നിന്ന് പിടികൂടിയത്. അന്ന് കെണിയിലകപ്പെട്ട പുലിക്കൂട് മാറ്റുന്നതിനിടെ പഞ്ചായത്ത് അംഗം കെ ഉണ്ണികൃഷ്ണന്റെ കൈവിരലുകൾ പുലി തട്ടി പരിക്കേൽപ്പിച്ചത് നാട്ടുകാർ ഓർത്തെടുത്തു. ഭീതിയിലായ വീട്ടുകാരുടെ രക്ഷയ്ക്കായി നാട്ടുകാരും വനപാലകരും വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥരും രംഗത്തെത്തി. വീടിന് സമീപത്ത് നിലവിലുള്ള ഒരു തെരുവ് വിളക്കിന് പുറമെ മറ്റൊന്നുകൂടെ സ്ഥാപിച്ചു. KCB കൽപ്പാത്തി ഇലക്ട്രിക്കൽ സെക്ഷനിൽ ഓണാഘോഷം നടത്തി. ജീവനക്കാരെയും കരാർ ജീവനക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആഘോഷ പരിപാടി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചെൽവരാജ് ബി ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിലെ സംഭാവനയ്ക്ക് മലമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ആദരം ലഭിച്ച ജീവനക്കാരൻ കെ അനന്തനെയും ആദരിച്ചു. കരാർ ജീവനക്കാർക്കുള്ള ഓണോപഹാര വിതരണവും അദ്ദേഹം നിർവഹിച്ചു. കൽപ്പാത്തി സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആർ ലേഖമോൾ ഓണ സന്ദേശം നൽകി. സീനിയർ സൂപ്രണ്ട് സുമ അധ്യക്ഷത വഹിച്ചു. ഒലവക്കോട് ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ രാജേഷ് KM, സീനിയർ സൂപ്രണ്ട് ഹസീം, സബ് എഞ്ചിനീയർമാരായ സുനിൽകുമാർ, സതീഷ് കുമാർ, ആദിത്യൻ, സ്റ്റാഫ് സെക്രട്ടറി റഫീഖ്, സജിത്, യൂനസ്, മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി അരിസ്റ്റോ കോംപ്ലക്സിലെ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ കൂടി ഉൾപ്പെടുത്തി ഓണസദ്യയും സെക്ഷനിൽ ഓണപ്പൂക്കളവും ഒരുക്കി. ആരിഫ്, സുനീഷ്, പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി. നിയന്ത്രണം വിട്ട കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ 3 പേർക്ക് പരിക്ക്. പാലക്കാട് ജില്ലയിലെ കാരാകുർശി പഞ്ചായത്തിലെ കൊളപ്പാക്കം പാലത്തിന് സമീപമാണ് അപകടം. വ്യാഴാഴ്ച അർദ്ധരാത്രിയിലാണ് അപകടമുണ്ടായത്. കൈവരിയില്ലാത്ത റോഡാണ് ഇവിടെ. കാർ വീണ ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും ഇവർ വിവരമറിയിച്ച പ്രകാരം എത്തിയ ആംബുലൻസ് പ്രവർത്തകരും ചേർന്നാണ് കാറിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത്. 20 അടി താഴ്ചയിലേക്കാണ് കാർ മറിഞ്ഞത്. പരിക്കേറ്റവരെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് സാരമുള്ളതല്ലെന്നാണ് ആശുപത്രിയിൽ നിന്നും ലഭിച്ച വിവരം. അഗ്നിരക്ഷാസേനയും സഹായത്തിനെത്തി. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും. ട്രിനിറ്റി പാലക്കാട് മെഗാ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 25 വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതുപുത്തൻ 916 HUID ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട്. 1 ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ, അവൻ എന്നിവ സ്വന്തമാക്കാൻ സുവർണാവസരം. സ്പെഷ്യൽ വെഡിംഗ് പാക്കേജുകൾക്കൊപ്പം ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ അസൽ പൊന്നിനൊപ്പം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. ഓടുന്ന കാറിന് മുകളിലിരുന്ന് ഓണാഘോഷം നടത്തിയ 3 വിദ്യാർത്ഥികളുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് റദ്ദാക്കി. കാഞ്ഞിരോട് നെഹർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളാണ് കാറിന്റെ ഡോറിലും റൂഫിന് മുകളിലുമായി ഇരുന്ന് അപകടകരമായ രീതിയിൽ യാത്ര ചെയ്തത്. വിദ്യാർത്ഥികളുടെ സാഹസിക യാത്രയുടെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ RTO തലത്തിൽ അന്വേഷണം നടത്തി. തുടർന്നാണ് ലൈസൻസ് റദ്ദാക്കിയത്. ഓണത്തിന് പട്ടണത്തിൽ ഉണ്ടായേക്കാവുന്ന തിരക്ക് നിയന്ത്രിക്കാൻ നടപടികളുമായി പോലീസ്. ഒലവക്കോട് കൽമണ്ഡപം മിഷൻ സ്കൂൾ, ഇംഗ്ലീഷ് ചർച്ച് റോഡ്, സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, KSRTC റോഡ്, സുൽത്താൻപേട്ട BOC റോഡ്, ശകുന്തള ജംഗ്ഷൻ, കണ്ടാത്ത് കോംപ്ലക്സ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രധാന റോഡിൽ പാർക്കിംഗ് അനുവദിക്കില്ല. പ്രധാന കച്ചവട കേന്ദ്രമായ വലിയങ്ങാടിയിലേക്ക് വലിയ വാഹനങ്ങൾക്ക് ശനിയാഴ്ച വരെ രാത്രി 8 വരെ നിയന്ത്രണം ഏർപ്പെടുത്തി. തുണിക്കടകൾ അടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വരുന്നവർ അവർ അനുവദിച്ചിട്ടുള്ള പാർക്കിംഗ് കേന്ദ്രത്തിൽ തന്നെ വാഹനം നിർത്തിയിടണം. മൈതാനത്തും പ്രത്യേകം അനുവദിച്ചിട്ടുള്ള പാർക്കിംഗ് കേന്ദ്രങ്ങളിലും വാഹനങ്ങൾ നിർത്തിയിടാം.
നെന്മാറയിൽ പന്തം കൊളുത്തി പ്രകടനം. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് നെന്മാറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെന്മാറയിൽ പന്തം കൊളുത്തി പ്രകടനവും യോഗവും നടത്തി. പ്രസ്തുത യോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് ചക്രായി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ആർ സുരേഷ് അധ്യക്ഷത വഹിച്ചു. സി സുനിൽ, MR നാരായണൻ, രാധാകൃഷ്ണൻ മാസ്റ്റർ, മെമ്പർമാരായ S സോമൻ, അമീർ ജാൻ, R ചന്ദ്രൻ, KP ജോഷി, ശരത് ബാലൻ, സജിൽ കൽമൊക്ക് എന്നിവർ സംസാരിച്ചു. ഇടവേള. പ്രേംദീപ് ജ്വൽസ് ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു തിരുമുൽക്കാഴ്ച 2024. ചിങ്ങം 1 മുതൽ 30 വരെ എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോടി സമ്മാനം. ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം. കൂടാതെ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും. ഒപ്പം നിത്യഹരിത ഫെസ്റ്റ്, പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. ഓണത്തിനൊരുങ്ങൂ പ്രേംദീപിന്റെ ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ്. കൂടാതെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷനും കൂടെ നടത്തുന്ന ഓണം സ്വർണോത്സവം 2024 ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ 2.25 കിലോ സ്വർണ്ണ സമ്മാനം. ബമ്പർ സമ്മാനം 100 പവൻ, ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. 1 ഗ്രാം സ്വർണം വീതം 1100 പേർക്ക്. കൂടാതെ 10 കിലോ വെള്ളി പ്രോത്സാഹന സമ്മാനവും. പ്രേംദീപ് ജ്വൽസ് ഗോൾഡൻ ഡയമണ്ട്സ്, കോളേജ് റോഡ്, പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വൈദ്യുതി വാഹനങ്ങൾക്കുള്ള സബ്സിഡി തുടരുമോ എന്ന മാസങ്ങൾ നീണ്ട ഊഹാപോഹങ്ങൾക്ക് വിരാമമിട്ട് കേന്ദ്ര സർക്കാർ. നിലവിലെ സബ്സിഡി പദ്ധതിയായ ഫെയിമിനു പകരമായി PM ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇൻ ഇന്നവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് എന്ന പുതിയ പദ്ധതിക്ക് അനുമതി നൽകി. ഫെയിം സ്കീം കാലാവധി മാർച്ചിൽ അവസാനിച്ചിരുന്നു. 2 വർഷത്തേക്ക് 10,900 കോടി രൂപയാണ് പദ്ധതിയിൽ വകയിരുത്തിയിരിക്കുന്നത്. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾ, മുച്ചക്ര വാഹനങ്ങൾ, ആംബുലൻസുകൾ, ട്രക്കുകൾ, മറ്റു വൈദ്യുതി വാഹനങ്ങൾ എന്നിവയ്ക്ക് 3,679 കോടി രൂപയുടെ സബ്സിഡി അടക്കമാണ് പദ്ധതി. 24.79 ലക്ഷം വൈദ്യുത ഇരുചക്ര വാഹനങ്ങളും 3.16 ലക്ഷം മുച്ചക്ര വാഹനങ്ങളും 14,028 ബസ്സുകളും പദ്ധതി പ്രകാരം പുറത്തിറങ്ങും. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ ഉയർന്നു. 1 പവന് 960 രൂപയാണ് വർദ്ധിച്ചത്. ഗ്രാമിന് 120 രൂപയാണ് ഉയർന്നത്. 1 ഗ്രാം സ്വർണത്തിന്റെ വില 6,825 രൂപയായി. പവന് 54,600 രൂപയായി വില ഉയർന്നു. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 53,360 രൂപയായിരുന്നു സ്വർണ്ണവില. കഴിഞ്ഞ മാസം സ്വർണ്ണവില പവന് 55,000 രൂപയായി ഉയർന്ന് ഏറ്റവും ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തിയിരുന്നു. 1 ഗ്രാം വെള്ളിയുടെ ഇന്നത്തെ വില 93 രൂപയായി. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad.
പട്ടാമ്പി ഭാരതപ്പുഴയോരത്തെ പാർക്കിന്റെ 2ാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കി നവംബർ അവസാനത്തോടെ തുറക്കാനാകുമെന്ന് മുഹമ്മദ് മൂസിൻ MLA. പുഴയോര പാർക്ക് നിർമ്മാണ പുരോഗതി വിലയിരുത്താനെത്തിയതായിരുന്നു മുഹമ്മദ് മൂസിൻ MLA. പട്ടാമ്പി നഗരസഭയിൽ നിളയുടെ തീരത്തെ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിലാണ് പാർക്ക് നിർമ്മിക്കുന്നത്. നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്ന നിളയോരം പാർക്കിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ മുഹമ്മദ് മൂസിൻ MLA ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കൊപ്പമാണ് പാർക്ക് സന്ദർശിച്ചത്. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 90 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പാർക്കിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയത്. 2ാം ഘട്ട നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് ഉടൻ നൽകുമെന്ന് MLA അറിയിച്ചു. ഭാരതപ്പുഴയെ മാലിന്യ വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടൊപ്പം പൊതുജനങ്ങൾക്ക് ഒഴിവു സമയങ്ങൾ ചെലവഴിക്കാവുന്ന രീതിയിലാണ് പാർക്ക് രൂപകൽപ്പന. പട്ടാമ്പി നമ്പ്രം റോഡിൽ നിന്നും ഗുരുവായൂർ ക്ഷേത്രം വരെയുള്ള പുഴയോട് ചേർന്ന് കിടക്കുന്ന 75 സെന്റ് സ്ഥലത്താണ് നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്നത്. ഭാരതപ്പുഴയിൽ മഴയിൽ ജലനിരപ്പ് ഉയർന്നപ്പോൾ പാർക്കിൽ വെള്ളം കയറിയതോടെ നിർമ്മാണം തുടരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിൽ ഇനിയും വെള്ളം കയറാൻ സാധ്യതയുള്ളതിനാൽ മഴയ്ക്ക് ശേഷം മാത്രമേ നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണ രൂപത്തിൽ ആരംഭിക്കുകയുള്ളൂ. പാർക്കിലെ പുല്ലും ചെളിയും നീക്കം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള പ്രവൃത്തികൾ നവംബർ മാസം അവസാനത്തോടെ പൂർത്തീകരിക്കുമെന്ന് മുഹമ്മദ് മൂസിൻ MLA അറിയിച്ചു. വിവിധ നിറങ്ങളിലുള്ള ഗ്രില്ലുകൾ സ്ഥാപിക്കുന്ന ജോലിയും നടപ്പാത നിർമ്മാണവും പൂർത്തിയാവുകയും കവാടം സ്ഥാപിക്കുന്ന പ്രവൃത്തി നടന്നുവരികയുമാണ്. അലങ്കാര ലൈറ്റുകൾ സ്ഥാപിക്കൽ, മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് പാർക്കിനെ ഹരിതാഭമാക്കൽ തുടങ്ങിയവയും നടപ്പാക്കും. കുട്ടികളുടെ പാർക്ക്, ഓപ്പൺ ജിം, ആംഫി തിയേറ്റർ എന്നിവയും പാർക്കിൽ സജ്ജീകരിക്കും. വിനോദ സാംസ്കാരിക വ്യാപാര മേഖലകൾക്ക് കൂടി പാർക്ക് പ്രയോജനപ്പെടും. പൂർണ്ണമായും MLA ഫണ്ട് നിർമ്മിക്കുന്നു എന്ന പ്രത്യേകതയും പാർക്കിനുണ്ട്. നേരത്തെ നഗരസഭാ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പിന്റെ സഹായത്തോടെ കയ്യേറ്റക്കാരിൽ നിന്ന് തിരിച്ചുപിടിച്ച സ്ഥലത്താണ് പാർക്ക് നിർമ്മിക്കുന്നത്. തമിഴ്നാട് ചെമ്മണാമ്പതിയിൽ കഴിഞ്ഞ ദിവസം എക്സൈസ് സ്പിരിറ്റ് പിടിച്ചെടുത്ത തോട്ടത്തിന്റെ നടത്തിപ്പുകാരൻ വിഷം അകത്ത് ചെന്ന് മരിച്ചു. മുച്ചംകുണ്ട് അണ്ണാനഗർ ചാലിപ്പറമ്പ് വീട്ടിൽ ചാക്കോ മോളി ദമ്പതികളുടെ മകൻ സജീഷ് ജേക്കബ് 41 ആണ് മരിച്ചത്. ബുധനാഴ്ച വൈകിട്ടാണ് തോട്ടത്തിൽ നിന്ന് സ്പിരിറ്റ് പിടിച്ചത്. കൊല്ലങ്കോട് പോലീസ് പറയുന്നത്, സ്പിരിറ്റ് റെയ്ഡ് നടന്ന ശേഷം സബീഷിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ബുധനാഴ്ച രാത്രി 12 മണിയോടെ മാവിൻ തോട്ടത്തിലെ കെട്ടിടത്തിന്റെ മുന്നിൽ അവശനിലയിൽ സബീഷ് കിടക്കുന്നത് തോട്ടത്തിലെ ജോലിക്കാർ കണ്ടു. ഇവർ വിവരം സബീഷിന്റെ സഹോദരൻ വയനാട്ടിലുള്ള സജേഷ് ജേക്കബിനെ അറിയിച്ചു. സബീഷിനെ മുതലമട, കൊല്ലങ്കോട് എന്നിവിടങ്ങളിലെ സ്വകാര്യ ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മാവിലെ കീടബാധ നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന വിഷം അകത്ത് ചെന്നതാണ് മരണകാരണം എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചു. കൊല്ലങ്കോട് പോലീസ് ഇൻസ്പെക്ടർ CK രാജേഷ്, SI P സുജിത് എന്നിവരും ഫോറൻസിക് വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവ് ശേഖരിച്ചു. വയനാട് സ്വദേശിയായ സജീഷ് മുമ്പും സ്പിരിറ്റ് കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. 20 വർഷമായി സംസ്ഥാന അതിർത്തിയിലെ ചെമ്മണാമ്പതി, ആനമല മേഖലകളിൽ തോട്ടം പാട്ടത്തിനെടുത്ത് കൃഷി നടത്തുകയും കാര്യസ്ഥനായി ജോലി ചെയ്യുകയുമായിരുന്നു. ചെമ്മണാമ്പതിയിൽ സജീഷ് നോക്കി നടത്തുന്ന തോട്ടത്തിൽ കുഴിച്ചിട്ട നിലയിൽ 150 കന്നാസുകളിൽ നിന്നായി 4950 ലിറ്റർ സ്പിരിറ്റാണ് കണ്ടെടുത്തത്. ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത മൃതദേഹം വയനാട്ടിലേക്ക് കൊണ്ടുപോയി. ഭാര്യ ജിൽജി, മക്കൾ അഭിൽ, ആദിൽ, സഹോദരങ്ങൾ സന്തോഷ്, സജീഷ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇനി ജ്വലിക്കുന്ന ഓർമ്മ. ഓണം സ്പെഷ്യൽ ഡ്രൈവ്. ജില്ലയിൽ പിടികൂടിയത് 1512 ലിറ്റർ സ്പിരിറ്റും 41.119 കിലോ കഞ്ചാവും. ആടിയും പാടിയും നൃത്തച്ചുവടുകൾ വെച്ചും ഓണാഘോഷം കെങ്കേമുമാക്കി മോയൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികൾ. ധോണി ചൂലിപ്പാടം ജനവാസ മേഖലയിൽ പുലിയിറങ്ങി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.